പേര് ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അറിയാലോ, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് വരന്തരപ്പള്ളി പള്ളി പെരുന്നാളിന് നാടകം കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ വന്ന് അന്നത്തെ നാടകത്തിൻ്റെ സ്പോൺസറായ ചാക്കോ മുതലാളിയുടെ മകൾ മേരി. അന്ന് നീ എന്നെ പരിചയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും അവസാനം കല്യാണം കഴിച്ചതും ആ നാടകത്തിലെ നായക കഥാപാത്രമായ കുരിശിങ്കൽ ജോമോനെയായിരുന്നില്ല. പകരം ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരു പാവം നാടക നടൻ പ്രേംപ്രസാദ് എന്ന നിൻ്റെ ഈ പ്രേമേട്ടനെയായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നീ ഒരുപാട് വൈകി. അന്ന് ഒരു ഹിന്ദുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് നിൻ്റെ വീട്ടുകാർ നിന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു. മഴവഞ്ചേരി മനക്കിലെ പറമ്പിൽ തമ്പുരാൻ്റെ കാരുണ്യത്താൽ കുടികെട്ടി താമസിച്ചിരുന്ന ഞാനും അമ്മയും ക്രിസ്ത്യാനിയായ നിന്നെ കൂടെ താമസിപ്പിച്ചു എന്ന കാരണത്താൽ അമ്മയ്ക്ക് തമ്പുരാൻ്റെ താക്കീത് കിട്ടി. എത്രയും പെട്ടെന്ന് കുടിൽ വിട്ടു പോകാൻ. അന്ന് നിന്നെ ഉപേക്ഷിക്കാൻ എൻ്റെ അമ്മ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വാടക കൊടുക്കാത്തൊരു വീട്ടിൽ കിടന്ന് കണ്ണടയ്ക്കാമായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ എത്രയെത്ര നാടകങ്ങളിൽ മുതലാളിയായും ഉദ്യോഗസ്ഥനായും എഞ്ചിനീയറായും ഡോക്ടറായും സ്വർണ്ണ വ്യാപാരിയായും വിലസി. പക്ഷേ ഇതുവരെയും എനിക്ക് സ്വന്തമായൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മേടയിലെ ശീതീകരിച്ച മുറിയിൽ പട്ടുമെത്തയിൽ കിടക്കേണ്ട നീ ഈ നാടക നടൻ്റെ പട്ടിണിക്കൂരയിൽ ദയനീയ കീറപ്പായിൽ മുഖത്ത് തേച്ച മേക്കപ്പിൻ്റെ ക്ലാവ് മണം പറ്റിക്കിടക്കാൻ എൻ്റെ പേര് നിനക്ക് മടുപ്പ് തോന്നുന്നില്ലേ? കരയിലടി പെണ്ണെ, ഞാൻ നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല. എനിക്കറിയാം ഈ നാടകക്കാരൻ്റെ ദുരിതക്കയത്തിലാണ് നീ നിൻ്റെ സ്വർഗം കണ്ടെത്തുന്നതെന്ന്. നീ അന്നൊക്കെ പറയുമായിരുന്നു, നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നിൻ്റെ വീട്ടുകാരുടെ പിണക്കം മറന്ന് നിന്നെ സ്നേഹിക്കുമെന്ന്. ഞാനും അത് തന്നെ കരുതിയിരുന്നു. എന്നാൽ നമ്മൾ പരാജയപ്പെട്ടു. ഇപ്പോൾ 2.5 വർഷമാകുന്നു ഞാൻ നാടകം കളിച്ചിട്ട്. ആവുന്ന മറ്റു പണികൾക്കെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഒന്നും എവിടെയും എത്തുന്നില്ല. വീട്ടുവാടക കൊടുക്കാൻ പോലും. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി. എന്തിന്? നിൻ്റെ ഇച്ചിരി പോരമുള്ള ആ മൂക്കുറ്റി പോലും. 11 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. നാളെ രാവിലെയാണ് അവസാന അവധി. കഴിഞ്ഞ തവണ കാതൃഹാജി ഇവിടെ വന്ന് നിന്നെ നോക്കി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ കിടന്ന് വെട്ടിത്തിളക്കിയ. അയാൾ നാളെ രാവിലെ ഇവിടെ എത്തും. വീടൊഴിപ്പിക്കാൻ മാത്രമല്ല, അയാൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ അയാൾ എന്തും ചെയ്യും. എടി പെണ്ണെ, എനിക്ക് നിന്നെ ഓർത്തടി പേടി. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുക. ഞാനത് പറയട്ടെ? അത് എനിക്കത് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിൻ്റെ നനവ് പോലുമില്ലാത്ത വരണ്ട നിൻ്റെ കണ്ണുകളിൽ നോക്കി പറയാൻ കഴിയുന്നില്ലടി പെണ്ണെ. എൻ്റെ പെണ്ണെ, നീ എന്നോടൊന്ന് ചേർന്ന് നിൽക്ക്. ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്നിട്ട് നിൻ്റെ തോളിൽ തല ചായ്ച്ച് നിൻ്റെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് ഞാനത് പറയാം. നിൻ്റെ ചെവിക്കുമ്പിളിൽ നീ ഒളിപ്പിച്ചു വെച്ച് വികാര ഞരമ്പുകളെല്ലാം മരവിച്ചിരിക്കുന്നു. ഇപ്പോൾ വെറും മരണത്തിൻ്റെ മണം മാത്രം. ഞാൻ അത് പറയാം. എൻ്റെ പൊന്നുമോളത് കേൾക്കണം, അനുസരിക്കണം, എന്നെ ശപിക്കരുത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്ന് ഞാൻ നമ്മുടെ അവസാനത്തെ അത്താഴത്തിൽ ചേർത്തിട്ടുണ്ട്. നമ്മളതൊരുമിച്ച് കഴിക്കുന്നു. അവസാനം ഈ വാടക വീടിൻ്റെ നടുത്തളത്തിൽ നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുണ്ടോട് ചുണ്ട് ചുംബിച്ച് പിടയ്ക്കാതെ അനങ്ങാതെ അങ്ങനെ മരിച്ചു കിടക്കുന്നു. കാതൃഹാജിയും കൂട്ടരും നാളെ രാവിലെ വന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് കടന്നു വന്ന് കാണുന്ന ഈ ജീവിത നാടക അവസാന രംഗം കണ്ട് കൈയടിച്ചാർത്ത് വിളിക്കട്ടെ. വാ വാ, ഇതാ ഇതിൽ നിന്നും ഒരു ഉരുള വാരി ഉരുട്ടിപ്പിടിക്ക്. ഒരു ഉരുള ഞാനും. നീ എനിക്ക് തരണം, ഞാൻ നിനക്കും. വാ വാ, പൊളിക്ക്. നീ വേഗം അതൊക്കെ മാറ്റിവെച്ച് കൈ കഴുകു. ഇതാ വരുന്നു. ആരാ? കത്തോ? എന്ത് കത്ത്? ഇങ്ങ് തരൂ. ഇതിലെന്താ പണമാണല്ലോ. ഏയ് പോകണോ? ഹലോ എടീ, ഈ കത്തിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വായിക്കാം. നീ പണം പിടിച്ചേ.
പ്രേംപ്രസാദും മേരിയും അറിയാൻ ഖാദർ ഹാജി. എടി, ഇത് ആ ഖാദർ ഹാജിയുടെ കത്താ. ആദ്യമായി ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ക്ഷമ ചോദിക്കുന്നു. നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയതിന്, നിങ്ങളെ കരയിപ്പിച്ചതിന്. ഇന്നലെ മേരിയുടെ മൂത്ത സഹോദരൻ മേടയിൽ മാത്തുക്കുട്ടി എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ലഘുനാടകം കാണിച്ചു തന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രേംപ്രസാദ് അഭിനയിച്ച ഒരു നാടകം, വീടില്ലാത്ത നാടകക്കാരൻ. അത് ഞാനന്ന് മത്സരത്തിന് അയച്ചു കൊടുത്തില്ലേ? ആ നാടകം കണ്ടപ്പോൾ സത്യത്തിൽ ഞാനും കരഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിയാൻ ഒരു നാടകം കേൾക്കേണ്ടി വന്നു. ആ നാടകം എന്നെയും നന്മയുള്ള മനുഷ്യനാക്കി മാറ്റി. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടും 20 സെന്റ് ഭൂമിയും മേരിയുടെ സഹോദരൻ വിലക്കെടുത്തു. എത്രയും പെട്ടെന്ന് അത് നിങ്ങളുടെ രണ്ടാളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. എടി, നിന്റെ ചേട്ടൻ്റെ മനസ്സ് മാറി. പിന്നെ എനിക്കതിന് നല്ല വിലയും തന്നു. അതിൽ നിന്നും ഞാൻ ഇതുവരെ നിങ്ങളിൽ നിന്നും വാങ്ങിയ വാടക തുക മുഴുവൻ ഇതോടൊപ്പം കൊടുത്തുവിടുന്നു. എന്നോട് എല്ലാം പുറത്ത് മാപ്പാക്കും എന്ന വിശ്വാസത്തോടെ ഖാദർ. എടി പെണ്ണ്, എടി ഇത് സ്വപ്നമാണോ? കണ്ടില്ലടി നാടകത്തിന്റെ ഒരു ശക്തി. നീ ഇങ്ങ് വന്നേടി പെണ്ണ്. എവിടേക്കാ നീ ഓടുന്നു? എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അയ്യോ, കഥ കടച്ചില്ല.